بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما تنفعنا به. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഏവർക്കും എന്താണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ഇൽമ അനുസരിച്ച് അമലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ പ്രാർത്ഥന ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഫദായിലുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഓരോ മുഫസ്സിറുകളായും ഓരോ പല പണ്ഡിതന്മാരും കിതാബുകളോളം എഴുതിയിട്ടുള്ള അത്രമാത്രം ഫضലുള്ള ഒരു പ്രാർത്ഥനയാണ് നിങ്ങളെ മുൻപിലേക്ക് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരില് ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഗൈസില് റസൂൽ പരാമർശിക്കാത്ത ഒരു സമയം പോലും ഉണ്ടായിരിക്കില്ല. അപ്പോ പിശുക്കന്മാരായിട്ടുള്ള ഒരാൾക്കാരും ഇതിൽ ഉണ്ടാവരുത്, അങ്ങനെയുള്ള ഒരു ഇതിൽ ഇരിക്കരുത് എന്ന് ആദ്യം എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും പറയാണ്. നമുക്കറിയാം സുബ്ഹാനല്ലാഹ് ചെല്ലണത് പലപ്പോഴും സുബ്ഹാനല്ലാഹ് നമ്മളൊക്കെയും അവഗണിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്കൊക്കെയും നമ്മൾ പറയാറില്ലേ, നാവ് ഏറ്റെടുത്ത കുറെ പ്രാർത്ഥനകൾ എന്നുള്ളതിൽ പെട്ടതുപോലെ, അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ആയി വരുന്ന ഒന്ന് മാത്രമാണ് പലപ്പോഴും നമുക്ക് സ്വലാത്ത്. ഈ സ്വലാത്തിന്റെ ഫദായിലുകൾ എന്തൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്, അതിന്റെ ഫദലുകൾ ഒരുപാട് പഠിക്കാൻ ഒരുപാടുണ്ട്. പക്ഷെ വളരെ അതിലേറ്റവും പരിമിതമായിട്ടുള്ളത് മാത്രമാണ് ഇന്ന് എനിക്ക് നിങ്ങളെ മുൻപിൽ എത്തിക്കാൻ പറ്റിയിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ വിശാലമായിട്ടുള്ള ആഴങ്ങളിലേക്ക് നമ്മളെ എത്തിക്കട്ടെ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇബ്രാഹിമി സ്വലാത്താണ്. റസൂലുള്ളാഹി സ്വലാത്താണ് ഇബ്രാഹിമി സ്വലാത്ത്. നമ്മൾ തശഹുദിലൊക്കെയും പ്രാർത്ഥിക്കാറുള്ള സ്വലാത്ത്. അതിനു മുൻപ് സുബ്ഹാനല്ലാഹ്, ഈ സ്വലാത്തിന്റെ ശ്രേഷ്ഠത എന്താണ്? എന്തിനാണ് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത്? അതും സുബ്ഹാനല്ലാഹ്, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം എന്തിനാണ് ഇത്രയധികം സ്വലാത്ത് നമ്മൾ ചൊല്ലേണ്ടുന്നത്? ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാന് റസൂലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് അധികരിച്ച് സ്വലാത്ത് ചെല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാന് എന്റെ പ്രാർത്ഥനകളില് ആ പ്രാർത്ഥനകളുടെ 4/1 റസൂലെ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഞാൻ എന്റെ പ്രാർത്ഥനകളിൽ റസൂലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചെല്ലാന് ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ എത്ര ചൊല്ലണം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മാശിഅത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും നിങ്ങൾ ചൊല്ലിക്കോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും ചൊല്ലിക്കോളൂ എന്ന് പറയാണ്. അപ്പോ ഈ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലിനോട് പറഞ്ഞു, എന്നാ ഞാൻ എന്റെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളില്, പ്രാർത്ഥനാ വേളകളില്, പ്രാർത്ഥനത്തിന്റെ സമയത്തില് അതിന്റെ 4/1 റസൂലിന്റെ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാം. അപ്പൊ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര നിങ്ങൾ ചൊല്ലിക്കോ, പക്ഷെ നിങ്ങൾ അതിനേക്കാൾ അധികരിപ്പിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഖൈറാണെന്ന് പറഞ്ഞു. അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ പ്രത്യേകതയാണ് അത്. അവർക്ക് തൃപ്തിപ്പെടുന്ന അജ്റിന്റെ പീക്ക് പോയിന്റിൽ എത്തണവരെ അവരത് എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച പല സന്ദർഭങ്ങളും നമുക്ക് കാണാൻ പറ്റും. വീണ്ടും ഉബയ്യ് റളിയല്ലാഹു അൻഹു ചോദിക്കണം, എന്താണ് റസൂൽ, എന്നാ ഞാൻ എന്റെ പ്രാർത്ഥനന്റെ പകുതിയോളം സ്വലാത്ത് ചൊല്ലാം, ബാക്കി പകുതി മറ്റു പ്രാർത്ഥനകൾക്ക് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നീ ഉദ്ദേശിക്കുന്ന അത്ര നീ ചൊല്ലിക്കോ, അതിനേക്കാൾ അധികരിപ്പിക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് ഖൈർ എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ഉബയ്യ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? എന്നാ റസൂലെ, ഞാൻ എന്റെ പ്രാർത്ഥനയുടെ 3/4 ഭാഗം സ്വലാത്ത് ചൊല്ലാനായിട്ട് എടുക്കാം, ബാക്കി എന്ത് ചെയ്യാം? പ്രാർത്ഥനക്ക് വേണ്ടി എടുക്കാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ വാക്ക് ആവർത്തിക്കുകയാണ്, നീ ഉദ്ദേശിക്കുന്ന അത്ര നീ ചൊല്ലിക്കോ, ഇനി നീ അതിനേക്കാൾ കൂട്ടുകയാണെങ്കിൽ അതാണ് എനിക്ക് ഖൈർന്ന്. അപ്പൊ വീണ്ടും ഉബയ്യ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? എന്നാ റസൂലെ, ഞാൻ എന്റെ പ്രാർത്ഥന മുഴുവൻ എന്താണ്? നിങ്ങൾക്കുള്ള സ്വലാത്ത് ആക്കിയിട്ട് മാറ്റാം,
നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്വലാത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്തെ മാറ്റാം. അപ്പൊ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം, അതാണ് നമുക്ക് സ്വലാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുതി വെച്ചിട്ടുള്ള ഒന്നാമത്തെ വിഷയം. അഥവാ ഇദൻ തുക്ഫ ഹമ്മുക് വയുഗ്ഫറു ലക ദംബുക്. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്ത് ചെയ്യും? ആ സ്വലാത്തിലൂടെ നിന്റെ ഹമ്മുകള്, നമ്മള് ഹമ്മു എന്ന് പറഞ്ഞാൽ അറിയാലോ, വേവലാതികൾ, സങ്കടങ്ങൾ, നിന്റെ ആ ഒരു വിഷമങ്ങള്, അതൊക്കെ എന്താണ് ഇതിലൂടെ, ഈ സ്വലാത്തിലൂടെ ഇല്ലാതാക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മായ്ക്കപ്പെടും. അതുപോലെ തന്നെ നിന്റെ പാപങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ. രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസിലൂടെ നമുക്ക് സ്വലാത്ത് ചൊല്ലുന്നവൻക്ക് ലഭിക്കുന്നതായിട്ട് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലില് സ്വലാത്ത് പതിവാക്കിയവൻക്ക്, സ്വലാത്തിനെ കൊണ്ട് അവന്റെ നാവിനെ നനച്ചവൻക്ക്, അവൻക്ക് എന്തുണ്ട്? അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും. അതുപോലെ തന്നെ അവൻക്ക് എന്താണുള്ളത്? അവന്റെ വേവലാതികളായിക്കോട്ടെ, വിഷമങ്ങളായിക്കോട്ടെ, അവന്റെ ടെൻഷൻ ആയിക്കോട്ടെ, സങ്കടങ്ങളായിക്കോട്ടെ, അവന്റെ ഹമ്മുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും ഇല്ലാതാക്കപ്പെടും. സുബ്ഹാനല്ലാഹ്. ഇനി മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. സുബ്ഹാനല്ലാഹ്, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു അവൻക്ക് എന്ത് ചെയ്യും? 10 സ്വലാത്തുകൾ ചൊല്ലും എന്നാണ് ഈ ഹദീസിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കണം, എന്താണ് സ്വലാത്ത് എന്നുള്ളതിന്റെ അർത്ഥം. സ്വലാത്ത് എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാഷാപരമായിട്ട് സ്വലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാർത്ഥനയാണ്, അല്ലെ? നമ്മള് നിസ്കാരത്തിന് നമ്മൾ സ്വലാത്ത് എന്ന് പറയും. അപ്പോ ഈ സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ഡിതന്മാർ പറഞ്ഞു കാണാൻ പറ്റും, അതെന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതില് 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ലും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞതാണ്, തീർച്ചയായിട്ടും അള്ളയും അള്ളാഹുവിന്റെ മലായികത്തുകളും എന്ത് ചെയ്യുന്നുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ സ്വലാത്ത് എന്താണ്? അതിന് 2 അർത്ഥങ്ങളുണ്ട് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മാത്രല്ല, നമ്മക്കും സ്വലാത്ത് ചെല്ലുന്നുണ്ട്, നമ്മളും കണ്ടു അല്ലെ? റസൂലുള്ളാഹിക്ക് ഒരു സ്വലാത്ത് ചെല്ലുന്നവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനക്ക് എത്ര കൊടുക്കണത്? 10 സ്വലാത്താ കൊടുക്കണത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്താണ് ഇനി? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കായാലും അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടികൾക്കായാലും മഖ്ലൂക്കുകൾക്കായാലും നമുക്കായാലും ഉള്ള അള്ളാഹുവിന്റെ സ്വലാത്ത് എന്താണ്? അത് ഒരർത്ഥം അതിനുള്ളത്, അള്ളാഹുവിന്റെ സ്വലാത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് ചൊരിയുന്ന അള്ളാഹുവിൽ നിന്നുള്ള ധാരാളമായി കൊണ്ടുള്ള റഹ്മത്താണ് ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം എന്താണെന്നറിയോ? അള്ളാഹു സ്വലാത്ത് ചെല്ലുന്നു എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലഉൽ അഅലയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചെല്ലുന്നവരെ അള്ളാഹു പുകഴ്ത്തും, അവരെ പറ്റി ഖൈറുകൾ പറയും, അവരെ പ്രശംസിക്കും എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചെല്ലുന്നു എന്നുള്ളതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഒരു തവണ ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, ഇപ്പൊ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 സ്വലാത്തുകൾ, അവന്റെ കാരുണ്യം, അധികരിച്ച കാരുണ്യം അവനെ നമുക്ക് എവിടെ വെച്ചിട്ടാ ചൊരിയണത്? അവനെ നമുക്ക് ചൊരിയുന്നുണ്ട്. അതുപോലെ തന്നെ അവനെ എവിടെ വെച്ചിട്ടാണ് നമ്മളെ പ്രശംസിക്കുന്നത്? ഇലൽ മലഇൽ അഅല. എന്താണ് ഈ മലഉൽ അഅല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അള്ളാഹുവിന്റെ ഏറ്റവും ആദരണീയമായിട്ടുള്ള, ഏറ്റവും മഹത്തരമായിട്ടുള്ള സൃഷ്ടികളായിട്ടുള്ള മലായിക്കത്തുകളുടെ, അവന്റെ മലായിക്കത്തുകളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തുന്ന, നമ്മളെ പറ്റി പ്രശംസിക്കുന്ന. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മൾ എത്രമാത്രം സ്വലാത്താണ് ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്? ആരെങ്കിലും ആലോചിച്ചോ?
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരെയും അവിടെ മലായിക്കത്തുകളുടെ അടുക്കൽ വെച്ചിട്ട് പുകഴ്ത്തുന്നുണ്ട്, പ്രശംസിക്കുന്നുണ്ട്. നമ്മൾക്കുള്ള റഹ്മത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി റഹ്മത്തിനെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, ചൊരിഞ്ഞു നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മലായിക്കത്തുകളുടെ ഇന്നല്ലാഹ വ മലായിക്കത്തഹു എന്ന് മലായിക്കത്തുഹു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അള്ളാഹുവിന്റെ മലക്കുകളും. ഇനി ഈ മലക്കുകളും എന്ത് ചെയ്യുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരൊക്കെയാണോ സ്വലാത്ത് ചെല്ലുന്നത്, ആ ഇബാദുകൾക്കൊക്കെയും അള്ളാഹുവിന്റെ മലക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വലാത്ത് ചെല്ലുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ചെല്ലുന്നുണ്ട്, മലക്കുകൾ ചെല്ലുന്നുണ്ട്. ഇനി മലക്കുകള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചെല്ലുന്ന മനുഷ്യന്മാരായിട്ടുള്ള ഇബാദുകളായിട്ടുള്ള നമ്മൾക്ക് വേണ്ടിയിട്ട് മലക്കുകളുടെ സ്വലാത്ത് എന്താണ്? മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പ്രാർത്ഥനയല്ല, അവിടെ ഇസ്തിഗ്ഫാറാണ്. അവർ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിൻ പ്രിയപ്പെട്ടവരെ, പാപികളായിട്ടുള്ള നമ്മള്. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും നമ്മളെ പാപത്തെ പറ്റി അങ്ങേയറ്റം മറന്നു പോയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ ഹൃദയങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ നമ്മളെ ഹൃദയങ്ങളൊക്കെയും പാപം ചെയ്ത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉറച്ചു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ നമുക്ക് വേണ്ടിയിട്ടാണ് മലായിക്കത്തുകൾ എന്ത് ചെയ്യുന്നത്, മഗ്ഫിറത്തിന് വേണ്ടി തേടുന്നത്. നമുക്ക് പാപം പുറത്തരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നമ്മൾക്ക് വേണ്ടി അവരവിടെ അള്ളാഹുവിനോട് പ്രത്യേകം അള്ളാഹു ഇവനക്ക് നീ പാപം പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഒരുവനെ അവന്റെ മലഉൽ അലയിൽ വെച്ചിട്ട് പുകഴ്ത്തുന്നുണ്ടെങ്കിൽ, മലക്കുകൾ അവർക്ക് വേണ്ടി പ്രത്യേകം മഗ്ഫിറത്തിന് വേണ്ടി തേടുന്നുണ്ടെങ്കിൽ, തീർച്ചയായും ആ കൂട്ടർ എന്ത് ചെയ്തിട്ടുണ്ടാവും, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയവരാവും. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി, റൂട്ട് എവിടേക്കാ പോണത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വലാത്ത് ചെല്ലുന്നവർക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് സ്ഥിരമാക്കിയവർക്ക് വേണ്ടി അള്ളാഹ് സ്വലാത്ത് ചെല്ലുന്നു, മലക്കുകൾ സ്വലാത്ത് ചെല്ലുന്നു. അവരുടെ റൂട്ട് ആ റൂട്ട് എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങനെയുള്ളവരെന്താണ്, അള്ളാഹുവിനേറെ തൃപ്തി അടഞ്ഞവരാണ്, അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനി എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് അധികരിപ്പിക്കാൻ പറഞ്ഞത്? മറ്റെല്ലാ ദിവസങ്ങളിലും നമ്മൾ സ്വലാത്ത് നമ്മൾ അത്രയേറെ അധികരിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. അന്നേ ദിവസമാണ് നമ്മുടെ പിതാവായ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. അന്നേ ദിവസമാണ്, വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് ആദം അലൈഹിസ്സലാം വഫാത്താവുന്നത്. അതേപോലെ തന്നെ അന്നേ ദിവസം തന്നെയാണ് എല്ലാ മനുഷ്യന്മാരെയും യൗമുൽ ഖിയാമക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തിലുള്ള കാഹളത്തിലുള്ള ഊത്ത് വെള്ളിയാഴ്ച ദിവസമാണ് ഊതപ്പെടുക. അതുപോലെ തന്നെ എല്ലാ മനുഷ്യന്മാരും എന്താ പറയാ ഇല്ലാതായി തീരുന്നതും വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പം ഏറ്റവും മഹത്തരമായിട്ടുള്ള ദിവസങ്ങളിൽ വെച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ആ ദിവസം അഷ്റഫുൽ ഖൽഖായ അള്ളാന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. ഇന്നലെ നമുക്ക് കഴിഞ്ഞുപോയി, ഇന്നലെ ഒരു ദിവസം നഷ്ടമായി. അഥവാ വ്യാഴാഴ്ച ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ വെള്ളിയാഴ്ച വരെ, വെള്ളിയാഴ്ച ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചെല്ലാനാ പറഞ്ഞിട്ടുള്ളത്. വല്ലവനും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ അവൻക്ക് എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അക്സിറൂ എന്നാണ്, നിങ്ങൾ വർദ്ധിപ്പിക്കുന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ആ ഹദീസിൽ തന്നെ പറയാണ്, തീർച്ചയായിട്ടും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ സ്വലാത്തുകള് എല്ലാ വെള്ളിയാഴ്ചയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെടുന്ന. സുബ്ഹാനല്ലാഹ്, അന്നേ ദിവസം വല്ലവനും സ്വലാത്ത് അധികരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അധികരിപ്പിച്ച സ്വലാത്ത് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണും. ഇനി അടുത്തത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
എല്ലാ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലക്കുകൾ മുഖേന അള്ളാഹു ഒരു കൂട്ടം മലക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിയോഗിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചെല്ലുന്നവന്റെ സ്വലാത്ത് റസൂലുള്ളാഹിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം എത്തിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ മടക്കുന്നുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സ്വലാത്ത് നേരിട്ട് ലഭിക്കും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്, സ്വലാത്ത് വർദ്ധിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് മാത്രല്ല, വല്ലവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അധികരിപ്പിച്ച് സ്വലാത്ത് ചെല്ലുന്നുണ്ട്, അവൻക്ക് നാളെ റസൂലുള്ളാഹിന്റെ പ്രത്യേകമായിട്ടുള്ള അധികരിച്ച ശഫാഅത്ത് കിട്ടും. അതുപോലെ തന്നെ റസൂലുള്ളാഹിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുണ്ടാവില്ല ആരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. ഇനി ആ റൂട്ട് എങ്ങെടുക്കാൻ പോണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും സാമീപ്യം ചേർന്നവര്, ഏറ്റവും അടുത്തവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും അധികം സ്വലാത്ത് ചെല്ലുന്നവരാണ് അല്ലെ. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണുള്ളത്, ഏറ്റവും ഉന്നതിയിലാണുള്ളത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒപ്പം ഏറ്റവും ഉന്നതിയിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും നമ്മള് അഹ്ലുസുന്നത്തി വൽ ജമാ, നമ്മള് സുന്നത്തിന്റെ ആൾക്കാരാണ്, നമ്മൾ ഖുർആനിന്റെ ആൾക്കാരാണ്, നമ്മൾ സുന്നത്തിന്റെ ആൾക്കാരാണെന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന ഒന്നാണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലുള്ള സ്വലാത്ത്. ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ ചൊരിഞ്ഞു നൽകുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റുന്ന റസൂലുള്ളാഹിന്റെ ആൾക്കാരാണ്, റസൂലുള്ളാഹിന്റെ ഉമ്മത്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എവിടെയാണ് നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹബ്ബുള്ളത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയല്, അള്ളാഹുവിന് വഴങ്ങല്, അള്ളാഹുവിനോടുള്ള താഅത്ത്, അതിനോടൊപ്പം വ അഷ്ഹദു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഷഹാദത്ത് ഉണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ആ പാത പിൻപറ്റുക എന്ന് പറയുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ സുന്നത്തുകളെ പിൻപറ്റലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത്, സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ സ്റ്റാറ്റസുകളിലൂടെയോ അതല്ലെങ്കിൽ മറ്റു കാണിക്കേണ്ടതല്ല. പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ജീവിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഹദീസുകളിൽ സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഓരോരുത്തരും പിൻപറ്റേണ്ടത്. ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ഥിരപ്പെട്ട് സ്വഹീഹിൽ വന്നിട്ടുള്ള ഹദീസുകൾ 7 രൂപത്തില് ഹദീസിൽ സ്ഥിരപ്പെട്ട് 7 രൂപത്തിൽ വന്നിട്ടുണ്ട്. ആ 7 രൂപത്തില് ഉള്ള ഒരു രൂപം മാത്രമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇബ്രാഹിമി സ്വലാത്താണ് ഇന്ന് നമ്മളെ മുൻപിലുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തശഹുദിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും സുബ്ഹാനല്ലാഹ്, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തശഹുദില് ഇരുന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? അവിടെ ആദ്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന കാര്യം നമ്മളെ ഹബീബായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ടാണ്. അല്ലാഹുവേ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിക്കണം, ഈ ഒരു സ്വലാത്തിന്റെ നമുക്ക് പലപ്പോഴും അറിയുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ മറന്നുപോയതായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ഇതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അപ്പൊ സുബ്ഹാനല്ലാഹ്, ഇത് ഉൾക്കൊണ്ട് ഒരു മുഅ്മിന് പറയുന്ന സമയത്ത് ശരിക്കും സുബ്ഹാനല്ലാഹ് നമുക്ക്, അഥവാ നമ്മളെ ആൾക്കാരോട് ഇപ്പൊ നമുക്ക് ഏറ്റവും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു ടീമുണ്ട്, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഓക്കെ അത് എടുക്കുന്നില്ല, നമുക്കൊരു ടീം ഉണ്ടെങ്കിൽ അതിന്റെ ലീഡറെ നമ്മൾ എങ്ങനെയും പുകഴ്ത്തൂലേ? ആ ലീഡറുടെ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അത് മാറ്റി അദ്ദേഹത്തിന് വേണ്ടി ചിലപ്പോ നമ്മൾ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നമ്മൾ അങ്ങേയറ്റം പ്രാർത്ഥിക്കും അദ്ദേഹത്തിന്റെ ആഫിയത്തിന് വേണ്ടി, അങ്ങനെ ഇങ്ങനെ അദ്ദേഹം നമ്മളോട് ചെയ്ത സ്നേഹത്തിന്റെ പുറത്ത് അല്ലെ. സുബ്ഹാനല്ലാഹ്, അതൊന്ന് ആലോചിച്ച് നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പറ്റി പറഞ്ഞത് എന്താണ്? റസൂലുള്ള കാണാത്ത, റസൂലുള്ളാന്റെ ശേഷം വരുന്ന നമ്മളെ പറ്റി പറഞ്ഞത് റസൂലുള്ള അത്രയേറെ സ്നേഹത്തിലാണ് സ്വഹാബത്തിനോട് ചോദിക്കുന്നത്.
അപ്പൊ സ്വഹാബത്ത് പറയുന്നുണ്ട് ഞങ്ങളാണോ റസൂൽ എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് നിങ്ങളല്ല, നിങ്ങൾക്ക് ശേഷം വരുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോ അത്രയേറെ സ്നേഹമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയുള്ള ഇബ്രാഹിമി സ്വലാത്താണ്, റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വലാത്താണിത്. അള്ളാഹുവേ, നമ്മളെ റബ്ബിനോട് പറയാണ് സ്വല്ലി അലാ മുഹമ്മദിൻ, സ്വല്ലി അള്ളാഹുവേ, ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, ഞങ്ങളെ നബിക്ക് നീ എന്ത് ചെയ്യണേ, സ്വല്ലി, നീ സ്വലാത്ത് കേൾക്കണമേ. സ്വലാത്ത് എന്താന്ന് നമ്മൾ പറഞ്ഞില്ലേ, അള്ളാഹുവേ ഞങ്ങളെ നബിക്ക് എല്ലാ റഹ്മത്തുകളും നീ നൽകണേ, ഞങ്ങളെ നബിക്ക് ഞങ്ങളെ നബിയെ നീ എന്ത് ചെയ്യേണ്ടതുണ്ട്, മലഉൽ അഅലയിൽ വെച്ചിട്ട് ഏറ്റവും നന്നായി സ്വല്ലി അലാ മുഹമ്മദ് ചെയ്യണം, സ്വലാത്ത് ചെല്ല്, ഞങ്ങളെ നബിക്ക് നിന്റെ സ്വലാത്ത് നീ നൽകണമേ. അവിടെ സ്വലാത്ത് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരുണ്ട്. അസ്സനാഉ അലൻ നബി സ്വല്ലല്ലാഹു നബിനെ പറ്റിയിട്ട് ആ മലഉൽ അലയിൽ വെച്ചിട്ട് പുകഴ്ത്ത അല്ലാഹു സുബ്ഹാനഹു ാണ് നബിയുടെ എന്താണ്, നബിയെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ലത് പറയലാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എന്നിട്ട് അടുത്ത് എന്താ പറയുന്നത്, വഅലാ ആലി മുഹമ്മദ്. അതേപോലെ തന്നെ നബിന്റെ ആലുകൾക്കും. ഇവിടെ മനസ്സിലാക്കണം, അഹ്ലും ഉണ്ട് ആലും ഉണ്ട്. അഹ്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, അഹ്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബക്കാരാണ്. ആല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുടുംബക്കാരിൽ നിന്നും അതുപോലെ തന്നെ കുടുംബക്കാരല്ലാണ്ട് റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാര്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവൻ ആരാണ്, റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ ചെയ്യുന്നവരാണ്, റസൂലുള്ളാഹി ാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ. വഅലാ ആലി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ആലുകൾക്കും അള്ളാഹു നീ എന്ത് ചെയ്യണം, നിന്റെ സ്വലാത്ത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ആലിൽ ആര് വിടൂല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അഹ്ലുകാരിൽ, കുടുംബക്കാരിൽ പെട്ടിട്ടുണ്ടായിരുന്ന അബൂ ത്വാലിബ് ആയാലും അതുപോലെ തന്നെ അബൂ ജഹൽ ആയാലും എന്താണ് അബൂ ലഹബ് ആയാലും ഇവരൊന്നും പെടൂല. കാരണം ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരായിരുന്നു. പക്ഷെ അവരെന്തായി, അവര് മുശ്രിക്കുകളായിട്ടാണ് മരിക്കുന്നത്, അല്ലെ? അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിന് അംഗീകരിക്കാതെയാണ് മരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപ്പോ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിനെ പിൻപറ്റാതെയാണ് മരിക്കുന്നത്. ആലി മുഹമ്മദ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള അവർക്ക് നീ എന്ത് ചെയ്യണേ, അല്ലാഹുമ്മ സ്വല്ലി, അല്ലാഹു നീ എന്ത് ചെയ്യണം, സ്വലാത്ത്, നിന്റെ സ്വലാത്ത് നൽകണേ. എന്നിട്ട് പറയണ കമാ, ഏതുപോലെ, സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, അള്ളാഹുവെ ഇബ്രാഹിം നബിക്കും അതുപോലെ തന്നെ ഇബ്രാഹിം നബിന്റെ ആലുകാർക്കും നീ സ്വലാത്ത് ചൊല്ലിയതുപോലെ, സ്വലാത്ത് എഴുതിയതുപോലെ. നമ്മൾ മനസ്സിലാക്കണം, ഇബ്രാഹിം നബിക്ക് നൽകിയതുപോലെ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, അതേ ഈക്വൽ ആണോ? അല്ല. അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഇബ്രാഹിം നബി അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടുപേരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീലാണ്. അതുപോലെ തന്നെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ അമ്പിയാക്കളിലും എല്ലാ നബിമാരുടെയും റഈസാരാണ്, നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ ഇതിൽ നിന്ന് കമാ സല്ലൈത എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, അഥവാ ഇബ്രാഹിം നബിക്ക് ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിന്റെ ആലുകാർക്കും നീ സ്വലാത്ത് കൊടുത്തല്ലോ, അതുപോലെ അല്ലെ റസൂലിന് നീ എന്ത് ചെയ്യണമേ, ഏറ്റവും മികച്ച സ്വലാത്ത് കൊടുക്കണമേ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. ഇനി ഇന്നക ഹമീദുൻ മജീദ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നതാണ്, തീർച്ചയായും നീ എന്താണ്, അങ്ങേയറ്റം സ്തുത്യർഹനാണ്, ഹമീദാണ്. അതേപോലെ തന്നെ മജീദാണ്, ഏറെ മഹത്വമേറിയവനുമാണ്. അള്ളാഹുവിനെ അവിടെ പുകഴ്ത്താണ്. രണ്ടാമതായി കൊണ്ട് പറയുന്നത് എന്താണ്, അല്ലാഹുമ്മ ബാരിക്
അള്ളാഹുവെ നീ ബറക്കത്ത് നൽകണേ. എന്താണ് ഈ ബറക്ക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം? ബറക്കത്ത് എന്ന് പറയുന്ന സമയത്ത് നമ്മള് മനസ്സിലാക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് അവൻക്ക് നന്മ നൽകുകയും അതിനെ സ്ഥിരപ്പെടുത്തി കൊടുക്കുകയും ആ നന്മനെ കൊണ്ട് ഒരുപാട് ഉപകാരം ചെയ്യാനുള്ള തൗഫീക്ക് നൽകുകയും ചെയ്യുന്നതിനാണ് ബറക്ക എന്ന് പറയാ. ചിലരെ സംബന്ധിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആൾക്കാർക്ക് കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ, പക്ഷെ അവർ അതിനെ കൊണ്ട് മതിയായവരായിരിക്കും, ഒരുപാട് ഹൈറുകൾ അവർ ചെയ്യും. ചിലരാവട്ടെ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നിനും മതിയാവൂല. അതെന്താണ്? ബറക്കത്തില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ്, അല്ലാഹുവേ ഞങ്ങളെ നബിയായിട്ടുള്ള മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ എന്ത് ചെയ്യണം? നിന്റെ ബറക്കത്തുകൾ എന്തെല്ലാം ഉണ്ടോ നിന്റെ എല്ലാ ബറക്കത്തുകളും നൽകണം എന്നുള്ളതാണ്. വഅലാ ആലി മുഹമ്മദ്, അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ ആലുകാർക്കും നീ എന്ത് ചെയ്യണം? അല്ലാഹ് നീ ബറക്കത്ത് നൽകണേ. അഥവാ എല്ലാ ബറക്കത്തുകളും, എല്ലാ നന്മകൾ സ്ഥിരപ്പെടുകയും എല്ലാ നന്മകൾ ആ സ്ഥിരപ്പെട്ട നന്മകളിൽ നിന്ന് ഉപകാരം എടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു ആ ഒരു ബർക്കത്ത് നീ എന്ത് ചെയ്യണമേ? നൽകണമേ. എങ്ങനെ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഉദ്ദേശം എവിടെ എടുക്കണം? കമാ പോലെ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിന്റെ ആലുകാർക്കും നീ എന്ത് ചെയ്തതുപോലെ ബറക്ക നൽകിയതുപോലെ. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മള് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ ഒരു പ്രാർത്ഥനന്റെ ഭംഗി എന്താണെന്നറിയാം? ഈ ഒരു സ്വലാത്തിന്റെ ഭംഗി. കാരണം كما باركت على إبراهيم كما صليت على إبراهيم وعلى آل إبراهيم وعلى അതേപോലെ തന്നെ كما باركت على إبراهيم എവിടെയും وعلى آل إبراهيم എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഞാൻ എന്റെ പിതാവ്, അവിടെ ഉദ്ദേശിക്കുന്ന ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയാണ് അല്ലെ. ഇബ്രാഹിം എന്നുള്ളതിലൂടെ ഈ പ്രാർത്ഥനയില് ആദ്യം റസൂലുള്ളാഹിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നു, രണ്ടാമത് ഇബ്രാഹിം നബിയുടെ ആലിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീണ്ടും എന്ത് ചെയ്യാണ്? ഈ സ്വലാത്ത് ഈ ഒരു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉൾപ്പെടുകയാണ്. ഇന്നക ഹമീദുൻ മജീദ്, അല്ലാഹുവേ നീ എന്താണ്? അങ്ങേയറ്റം സ്തുത്യർഹനും അതുപോലെ തന്നെ ഏറെ മഹത്വം ഉൾക്കൊണ്ടവനുമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇബ്രാഹിമീയ സ്വലാത്ത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് തശഹുദിലായാലും ഇബ്രാഹിമീയ സ്വലാത്ത് ചൊല്ലാത്തതായിട്ടുള്ള ഒരു നിസ്കാരം നമുക്ക് ഉണ്ടാവില്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹിനോട് നമ്മൾ അങ്ങേയറ്റം ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ ഓരോ ഭാഗവും എടുത്തെടുത്ത് ചോദിക്കുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല സുന്നത്തുകൾ, റസൂലുള്ളാഹിന്റെ സുന്നത്തുകളെല്ലാം തന്നെ പിൻപറ്റുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധികരിച്ച സാമീപ്യവും നേടുന്ന ആ മഹാഭാഗ്യവാന്മാരില് നമ്മൾ ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി പ്രത്യേകം പറയാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത്, അതിനെ ആരും തന്നെ നിസ്സാരവൽക്കരിക്കരുത്. കാത്തു വെച്ചിട്ടുള്ള അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് ചെല്ലുന്നവൻക്ക് വേണ്ടിയിട്ട് അല്ലാഹു മഹത്തരമായിട്ടുള്ള എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക സ്വന്തത്തെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വലാത്ത് ചെല്ലുന്നവൻക്ക് എന്താണ്? അവന്റെ ഹമ്മുകളിൽ നിന്ന് അവൻക്ക്, അഥവാ അവന്റെ വിഷമങ്ങളിൽ നിന്നും അവന്റെ വേവനാദികളിൽ നിന്നും ഒക്കെയും അവൻക്ക് എന്തുണ്ട്? സ്വലാത്ത് ചെല്ലുന്നവൻക്ക് മോചനുണ്ട്, അല്ലെങ്കിൽ അവൻ്റെത് വേവലാതികളും വിഷമങ്ങളും ഒക്കെ നീങ്ങുമെന്ന് നമ്മൾ പറയുന്ന സമയത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ബോണസ് പോയിന്റ് ആണ്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും തന്നെ ദുനിയാവിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകമായിക്കൊണ്ട് ഒരു സ്വലാത്തോ അങ്ങനെയുള്ള ഒരു നിയ്യത്തോ നമ്മൾ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവനെ
അഥവാ ഇവിടെ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ കാണാൻ പറ്റും, വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. ആരെങ്കിലും അള്ളാന്റെ ആഖിറത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഒരു കർമ്മം ചെയ്യുകയും അവന് മുഅ്മിനായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരക്കാരുടെ ആ ഒരു പരിശ്രമം അല്ലാഹ് എന്ത് ചെയ്യും, ഏറെയധികം സ്വീകരിക്കപ്പെടുന്നതാണ്. അത്തരക്കാരുടെ പരിശ്രമമാണ് സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സഹീഹായി വന്നിട്ടുള്ള സ്വലാത്തുകൾ തന്നെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക നിർബന്ധമായും അതാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളെപ്പോഴും ഒരു മുഅ്മിനായിരിക്കേണ്ടതുണ്ട്. നമ്മളെപ്പോഴും ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ അടിസ്ഥാനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആനെ മുറുകെ പിടിക്കുന്ന, സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന മുഅ്മിനാത്തുകളായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. പ്രത്യേകം സ്വലാത്തിന്റെ വിഷയത്തിൽ പറയാണ്, സ്വലാത്ത് സുന്നത്തിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള, നിങ്ങൾക്കൊരു സ്വലാത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ sunna.com എന്നുള്ള ഒരു സൈറ്റ് ഉണ്ട്, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾക്ക് കിട്ടിയ സ്വലാത്ത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അതില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നത് ആരാണോ, അറിവുള്ളവർ ആരാണോ അവരുടെ അടുത്ത് നിങ്ങൾ ചോദിച്ച് അത് സ്ഥിരപ്പെട്ടതാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അത് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും കൂടുതൽ ഖൈറുകളിലേക്ക് തുറവി നൽകുമാറാകട്ടെ. ഖൈറുകൾ കൂടുതൽ ആമലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. أقول قولي هذا فاستغفر الله لي ولكم ولسائر المسلمين فاستغفروا إنه هو الغفور الرحيم. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം നമ്മൾ വീണ്ടും ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് നമ്മുടെ സ്വലാത്തിനെ സ്വീകരിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇന്നേ ദിവസമാണ് അഥവാ അള്ളാഹുവിന്റെ അടിമകളിൽ വെച്ച് ആരൊക്കെയാണ് സ്വലാത്ത് ചൊല്ലിയിട്ടുള്ളത് അവരുടെ സ്വലാത്തുകൾ കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികരിച്ച സ്വലാത്തുകൾ ചൊല്ലുന്ന അവന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്തുകളിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുക. അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക. നമ്മൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു പ്രാർത്ഥന, അതൊന്നും നമ്മളെ ഹദീസുകൾ പറയുന്നത് വെറുതെ കേട്ടിരിക്കാനുള്ള രസത്തിനോ അല്ലെങ്കിൽ കഥയായിട്ടോ അല്ല. റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ ആ ഒരു ആവേശം സ്വർഗത്തിലേക്ക് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ ഇങ്ങനെ ചോദിച്ച് മുൻകടക്കുന്നവർക്കാണ് നാളെ എന്തുള്ളത്, അവരാണ് നാളെ പരലോകത്തും സാബിഖീങ്ങളായിട്ടുള്ളതെങ്കിൽ നമ്മൾ ഓരോ ഖൈറുകളും അത് മനസ്സിലാക്കുക, അത് പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയിപ്പോ ഇശ്റാഖാണ്. ഇശ്റാഖിന്റെ സമയമായിട്ടുണ്ട്. ഇവിടെ ഈ ഇശ്റാഖിന്റെ തശഹൂദില് ഓരോ വാക്കുകളും സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് പറഞ്ഞ ഓരോന്നും എടുത്ത് പ്രാർത്ഥിക്കുക, അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. വെറുതെ ഒരു സ്വിച്ച് ഇട്ട പോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് തുടങ്ങിയിട്ട് ഇന്നക ഹമീദും മജീദ് എന്ന് തീരുന്ന രൂപത്തിലുള്ള സ്വലാത്തായിട്ട് മാറരുത്. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികരിപ്പിച്ച് സ്വലാത്ത് ചൊല്ലുക. വീണ്ടും പറയാണ് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കിട്ടാൻ നാളെ പരലോകത്ത് അള്ളാഹുവിനോട് ശുപാർശക്ക് ചെയ്യാൻ ആകെ അവസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. നമ്മൾ അന്നേ ദിവസം എന്താ പറയാ, ഓരോരുത്തരും എനിക്കൊന്ന് ആരെങ്കിലും ശുപാർശ ചെയ്തിരുന്നെങ്കിൽ, എനിക്കാരെങ്കിലും അഥവാ ഷഫാഅത്തിന് നിന്നിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന സമയത്ത് ചില കൂട്ടര് ഭയങ്കര സന്തോഷവാന്മാരായിരിക്കും. ചില കൂട്ടര് റസൂലുള്ളാഹിനോട് ഏറ്റവും അടുത്തിട്ടായിരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലിയവരാണ്. അതുകൊണ്ട് തന്നെ മറക്കാതെ ഇരിക്കുക. ജസാക്കുമുല്ലാഹു ഖൈറ. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.